ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യില്ല. യോജിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം മുതലുള്ള കാര്യമാണ്. ഇതൊരു എന്താ പറയുക, കമ്മ്യൂണൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ, അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പോൾ ചെയ്യുക. ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത്, അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ഓലെ ആക്രമിക്കരുത്, ഓർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പോൾ എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ. സങ്കടമുണ്ട്, പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യണത് എന്നുള്ളത് മനസ്സിലാവില്ല. വറീഡാവുണ്ട്. ഞാൻ വിചാരിച്ച് ഇവനെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല. മാതൃകാപരമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിൻ്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? അറിയില്ല. ഇനിയിപ്പം ഇതിൻ്റെ നിയമ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? അറിയില്ല.